ഹിജാബ് വിവാദത്തിലെ അനൗചിത്യം. അപ്പനും അമ്മയും 3 മക്കളുമുള്ള ഒരു കൊച്ചു കുടുംബം. മതനിയമങ്ങളും കുടുംബ പാരമ്പര്യങ്ങളും കൃത്യമായി പാലിക്കുന്നവർ. സമാധാനവും സന്തോഷവും ആ പരിസരത്ത് നിറഞ്ഞു നിന്നു. അയൽ വീട്ടുകാർക്കും അവർ പ്രിയപ്പെട്ടവരായിരുന്നു. ഒരു വെള്ളിയാഴ്ച ഉച്ചനേരം, എല്ലാവരും ഭക്ഷണം കഴിക്കുന്ന സമയം, പുറത്തുനിന്നൊരു വിളി. അമ്മ നോക്കിയപ്പോൾ ഒരു അപരിചിതൻ. അമ്മേ, വിശക്കുന്നു, വല്ലതും? അകത്ത് നിന്ന് അപ്പൻ വിളിച്ചു പറഞ്ഞു, ഇങ്ങോട്ട് വിളിച്ചോളൂ. ഇളയമകൻ ഒരു കസേര വലിച്ച് ഡൈനിങ് ടേബിളിനരികെ ഇട്ടു. അപരിചിതനെ എല്ലാവരും പുഞ്ചിരിയോടെ സ്വാഗതം ചെയ്തു. ഇതാ ഇവിടെ കൈ കഴുകാം. മൂത്ത മകൻ സ്നേഹത്തോടെ അയാളെ ഭക്ഷണത്തിനൊരുക്കി. ഭക്ഷണം കഴിക്കുന്നതിനിടെ അപരിചിതൻ പറഞ്ഞു, അല്പം അകലെയാണ് വീട്. ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ വന്നതാണ്. പക്ഷെ അവിടെ ആരുമില്ല. പൈസ പോക്കറ്റടിച്ചും പോയി. രാവിലെ മുതൽ പട്ടിണിയാണ്. ഇടയ്ക്ക് പരിചയമുള്ളവർ 2-3 വീടുകളിൽ കയറി. എൻ്റെ സ്ഥിതി അറിയിച്ചിട്ടും ആരും ഒന്നും തന്നില്ല. നിങ്ങളുടെ നല്ല മനസ്സിന് നന്ദി, അമ്മ പറഞ്ഞു. ഞങ്ങളെപ്പോഴും ഒരാൾക്കുള്ള ഭക്ഷണം കരുതാറുണ്ട്. പാവപ്പെട്ടവനോ അപരിചിതനോ ആയി എപ്പോഴാണ് കർത്താവ് കയറി വരുന്നതെന്നറിയില്ലല്ലോ. ഭക്ഷണം പകുതിയായപ്പോൾ അയാൾ ചോദിച്ചു, നിങ്ങൾ ഇറച്ചി കഴിക്കാറില്ലേ? അപ്പൻ പറഞ്ഞു, വെള്ളിയാഴ്ചകളിൽ കഴിക്കാറില്ല. അയാൾ, ഇറച്ചിയില്ലെങ്കിൽ ഭക്ഷണത്തിനൊരു ടേസ്റ്റില്ല. ഫ്രിഡ്ജിൽ വല്ലതും ഉണ്ടോ? അമ്മയൊന്ന് നോക്കിയേ. അപ്പനും മക്കളും പരസ്പരം നോക്കി. അപ്പൻ, വെള്ളിയാഴ്ച ഇറച്ചി വേവിക്കാറില്ല ഇവിടെ. അയാൾ ഇഷ്ടമില്ലാതെ പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ടായിരിക്കാം, എനിക്ക് വേണ്ടി ഉണ്ടാക്കിക്കൂടെ? അതിഥി ദേവോ ഭവ എന്നല്ലേ അമ്മ പറഞ്ഞതുപോലെ ഞാൻ കർത്താവാണെങ്കിലോ? അപ്പൻ, സുഹൃത്തെ, ഞങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ഭാഗമാണ് നിങ്ങൾക്ക് വിളമ്പി തന്നത്. ഞങ്ങളുടെ വെള്ളിയാഴ്ച ആചരണം അതിഥിക്ക് വേണ്ടി മാറ്റിവെക്കാൻ ഞങ്ങൾക്കാവില്ല. അയാൾ സ്വരമുയർത്തി, എന്തുകൊണ്ട് പാടില്ല? അയാളുടെ ഭാവം മാറി. അതിഥി സൽക്കാരത്തിൻ്റെ ആവശ്യകതയും അതിഥിയെ എങ്ങനെ സ്വീകരിക്കണമെന്നുമൊക്കെ അയാൾ ഉച്ചത്തിൽ വിവരിക്കാൻ തുടങ്ങി. വഴിപോക്കർ അത് ശ്രദ്ധിച്ചു. 4 പേർ വീട്ടിനുള്ളിലേക്ക് അത് തള്ളിക്കയറി. എന്താണ് ഇവിടെ ബഹളം? അവർ ചോദിച്ചു. അയാൾ തങ്ങളുടെ ബന്ധുവാണെന്ന് അവർ തിരിച്ചറിഞ്ഞു. താനെന്താ ഇവിടെ? ഞാൻ ഇതിൽ പോവുകയായിരുന്നു. ഇവരെന്നെ ഭക്ഷണത്തിന് ക്ഷണിച്ചു. ഞാൻ വേണ്ടെന്ന് പറഞ്ഞെങ്കിലും ഇവരുടെ നിർബന്ധത്തിന് ഞാൻ വഴങ്ങി. എനിക്കാണെങ്കിൽ ഇറച്ചിയില്ലാതെ ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. ഇവർക്ക് നോമ്പാണത്രേ. ഫ്രിഡ്ജിൽ ഇറച്ചിൻ്റെ അല്പം വേവിച്ച് തരാൻ ഇവർക്ക് പറ്റില്ല അത്രേ. പിന്നെ എന്തിനാ ഇയാളെ വിളിച്ചു വരുത്തിയത്? വിളിച്ച് കയറ്റിയത് എന്തിനാ? ഒരാൾ ചോദിച്ചു. വിളിച്ചു കയറ്റിയതല്ലല്ലോ, വലിഞ്ഞു കയറിയതല്ലേ? രണ്ടാമത്തെ മകൻ ചോദിച്ചു. ഇതെന്നെ അപമാനിക്കലാണ്. ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാതെ ഞാൻ ഇവിടുന്ന് പോണ പ്രശ്നമില്ല, മാന്യനായ അതിഥി പറഞ്ഞു. ഇതിനിടെ ഒരാൾ പഞ്ചായത്ത് പ്രസിഡന്റിന് ഫോൺ ചെയ്തിരുന്നു. പ്രസിഡന്റ് വന്ന പാടെ ഉറക്കെ പറഞ്ഞു,
ഇവിടെ കിടന്നിങ്ങനെ ബഹളമുണ്ടാക്കാൻ പാടില്ല. ഒരാളെ വിളിച്ചു വരുത്തിയിട്ട് ഭക്ഷണമില്ല എന്ന് പറയുന്നത് അപമാനിക്കലാണ്. എവിടുന്നെങ്കിലും ഇറച്ചി കൊണ്ടുവന്ന് വേഗം വേവിച്ച് അതിഥിക്ക് കൊടുക്കുക, അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പിഴയിടും. എൻ്റെ പഞ്ചായത്തിൽ ഇത്തരം അതിഥി നിന്ദ അനുവദിക്കില്ല. ഇളയ മകൻ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, ഒന്ന് പോ സാറേ, ഞങ്ങളുടെ അടുക്കളയിൽ കയറി അങ്ങനെ ഭരിക്കണ്ട കേട്ടോ. ഇവിടെ എന്ത് കുന്ത നടന്നതെന്ന് താങ്കൾക്കറിയോ? ഈ മനുഷ്യൻ ആരാണെന്ന് ഞങ്ങൾക്കറിയില്ല. അല്പം ഭക്ഷണം തരുമോ എന്ന് പുറത്തുനിന്ന് ചോദിച്ചപ്പോൾ ഇയാളെ വിളിച്ച് കൂടെ ഇരുത്തി ഞങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ പങ്ക് ഇയാൾക്കും കൊടുത്തു. വയറ് നിറഞ്ഞപ്പോൾ ഇയാൾക്ക് ഇറച്ചി വേണം. വെള്ളിയാഴ്ച ഈ വീട്ടിൽ ഇറച്ചി വയ്ക്കാറും കഴിക്കാറുമില്ല. എന്താ നിങ്ങൾക്ക് വീടുകളില്ലേ? നിങ്ങളുടെ സുഹൃത്തിനെ കൊണ്ടുപോയിട്ട് കുഴിമന്തിയോ ബിരിയാണിയോ വെച്ച് കൊടുക്കുന്നേ, ആർക്ക തടസ്സം? പ്രസിഡന്റ് പെട്ടെന്ന് ബോധവാനായി. അപ്പോൾ ഇവിടുത്തെ പ്രശ്നം അവസാനിപ്പിച്ചിരിക്കുന്നു. വന്നവർ വന്ന വഴിക്ക് പോക്കോ, ഞാൻ എൻ്റെ വഴിക്ക് ദേ പോണു. ഇതൊരു സ്വപ്നമായിരുന്നു. പള്ളുരുത്തിയിലെ ഹിജാബ് വിവാദം കേട്ടപ്പോൾ ഈ സ്വപ്നവുമായി എന്തോ ഒരു ബന്ധം തോന്നി. എന്തിനാണ് ഈ കോലാഹലം? സ്കൂളിലെ നിയമങ്ങളും ചട്ടങ്ങളും പാലിച്ചു കൊള്ളാമെന്ന് സമ്മതിച്ചല്ലേ ആ കുട്ടി പഠനം ആരംഭിച്ചത്? 4-5 മാസം കഴിഞ്ഞപ്പോഴാണ് കുട്ടിയുടെ മതം പൊട്ടിയത്. അതങ്ങ് അനുവദിച്ചു കൊടുത്താൽ പോരെ? എന്തിനിത്ര പിടിവാശി എന്ന് പ്രിൻസിപ്പലിനോട് ചോദിക്കുന്നവരോടൊരു ചോദ്യം. യൂണിഫോമിൻ്റെ അർത്ഥം നിങ്ങൾക്കറിയാമോ? അതിൻ്റെ ഉദ്ദേശം നിങ്ങൾക്കറിയാമോ? ഒരു കുട്ടിക്ക് യൂണിഫോമിൽ ഒഴിവ് നൽകിയാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? യൂണിഫോം എന്ന ആശയത്തിൻ്റെ വേരിന് കത്തിവയ്ക്കുന്ന ഏർപ്പാടല്ലേത്? സർക്കാരും കോടതിയും ഒക്കെ ഇതിന് വ്യക്തമായിട്ടുള്ള നിയമങ്ങൾ പറഞ്ഞിട്ടില്ലേ? പരിശോധിച്ചു നോക്കൂ. ഹിജാബ് ധരിക്കാൻ സ്വാതന്ത്ര്യമുള്ള എത്രയോ സ്കൂളുകൾ പരിസരങ്ങളിലുണ്ട്. ഇവിടുത്തെ യൂണിഫോം നിബന്ധനകൾ പാലിക്കാതെ ഇവിടെ തന്നെ പഠിക്കണമെന്ന് ശഠിക്കുന്നതിന് പിടിവാശിയാണോ എരവാദമാണോ പേര്? തട്ടം ധരിച്ച ടീച്ചർ കുട്ടിയെ തട്ടം ധരിക്കാൻ അനുവദിക്കാത്തത് വിരോധാഭാസമാണ് എന്ന് പറയുന്ന മാന്യരും മഹതികളൊക്കെ ഉണ്ടല്ലോ. അവരോട് ഒരു ചോദ്യം. സ്കൂളിലെ യൂണിഫോം വിദ്യാർത്ഥിനികൾക്കാണോ അധ്യാപകർക്കാണോ ബാധകം? കന്യാസ്ത്രീകളുടെ ശിരോവസ്ത്രത്തിൻ്റെ അർത്ഥം നിങ്ങൾക്കറിയാമോ? കത്തോലിക്ക സഭയിൽ സമർപ്പണ ജീവിതം നയിക്കുന്ന 6 ലക്ഷത്തോളം കന്യാസ്ത്രീകൾ 2000-ലധികം സന്യാസ സഭകളിൽപ്പെട്ടവരാണ്. ഓരോ സഭയ്ക്കും വ്യതിരിക്തമായ സന്യാസ വസ്ത്രങ്ങളുണ്ട്. അതവരുടെ സമർപ്പണത്തെ പ്രതിഫലിപ്പിക്കുന്നു. ഓരോ സന്യാസ സഭയുടെയും തിരഞ്ഞെടുക്കപ്പെട്ട അധികാരികളാണ് ഈ വസ്ത്രത്തിൻ്റെ രൂപവും നിറവും നിശ്ചയിക്കുക. ചിലർ ഉടുപ്പും ശിരോവസ്ത്രവും ധരിക്കുന്നു. ചിലർ പ്രത്യേക നിറത്തിലുള്ള സാരി ധരിക്കുന്നു. സാരി ധരിക്കുന്നവർ ശിരോവസ്ത്രം ധരിക്കാറില്ല. ഓരോ വ്യക്തിക്കും ഇഷ്ടം പോലെ മാറ്റാവുന്നതല്ല ഈ വസ്ത്രം. ഓരോ സന്യാസ സമൂഹത്തിൻ്റെയും വ്യതിരിക്തതയും അനന്യതയും സമർപ്പണഭാവവും പ്രദ്യോതിപ്പിക്കുന്നതാണ് ഈ സന്യാസ വസ്ത്രം. ഇതറിയാത്തവരാണ് കന്യാസ്ത്രീയുടെ ശിരോവസ്ത്രത്തെ പറ്റി വാലും തുമ്പുമില്ലാതെ അഭിപ്രായങ്ങൾ ആധികാരികമെന്ന നിലയിൽ പറയുന്നത്. ഹിജാബ് വിഷയം ഇത്രയും വഷളാക്കിയത് ആരാണെന്ന് ഇപ്പം എല്ലാവർക്കും അറിയാം. മന്ത്രിയും ഉപദേശക വൃന്ദവും നിയമം അനുസൃതം
പുതിയ നിയമങ്ങൾ ഉണ്ടാക്കി തീട്ടൂരം പുറപ്പെടുവിക്കുന്നതിന് മുമ്പ് നിയമം എന്തനുശാസിക്കുന്നു എന്നറിയുക അവർക്കും ഉപദേശകർക്കും, മന്ത്രിക്കും ഉപദേശകർക്കും ഭൂഷണമായിരിക്കും. അല്ലെങ്കിൽ ആളുകൾ വെറുതെ കളിയാക്കുന്നേ. എന്തിനാ ഇങ്ങനെ പരിഹാസത്തിന് കേൾക്കണേ?